ഈ കോഴിയെ പറ്റിയ താങ്കൾ മസാല പറ്റാന്നുണ്ടല്ലോ കുട്ടിക്കളി ഒന്നല്ലേ പിന്നെ എന്താ കളി ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കലയാണ് കലയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഷക്കീലേക്ക് എണ്ണ തേപ്പിക്കുന്ന പോലെയാണോ ഈ കോഴിക്ക് മസാല പിടിപ്പിക്കുന്നത് ചില കോഴിയുടെ തൊടയൊക്കെ പറഞ്ഞാൽ വമ്പ മുറ്റ് തൊട എന്ത് ഇതാണ് നെയ്യ് നല്ല നെയ്യ് വാറ്റുണ്ടാക്കുന്നതും കോഴി ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസം അച്ഛൻ ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും വാറ്റുണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് ഇടത്തില്ല കോൺസെൻട്രേഷൻ ഇതിന് വേണ്ട പിന്നെ ഉപ്പിന്റെ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധേയമായി ചെയ്യണം ഒന്ന് തെറ്റിയാ പാളി കണ്ണു പോകും കരളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടാ എന്താ പറയണ്ട സിവിൽ എന്താ പറയാ ഇതാണ് കരള് ഇതാണ് ഒരു ടിപ്പിക്കൽ കരള് ഇവിടെ കുറെ IS-ൽ കുറെ പേരുടെ കരള് ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കിഡ്നി മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് മോഡൽ സിവിലിന്റെ കരൾ അവിടെ തന്നെ ഉണ്ടോ രാജേഷിന്റെ രാജേഷിന്റെ കിഡ്നി ഇതുപോലെ ഏതാണ്ടിരിക്കില്ലേ എടാ ഇത് കരളല്ലോ എടാ ഇത് കരള് മാത്രമല്ല ഇങ്ങനത്തുള്ളേ പോകുന്നത് ഒരു വാറ്റ് കേന്ദ്രത്തിലേക്കാണ് ഗണേശൻ ബെൻ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന താങ്കൾക്ക് ഒരു കോഴിക്കറി ഉണ്ടാക്കുന്നതിൽ എന്താ വ്യത്യസ്തത തോന്നുന്നത് നോ കമന്റ്സ് ഒന്ന് തുറന്നു നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കാണാം ഇത് കോഴിന്റെ കരളും മനുഷ്യന്റെ കരളും തമ്മിൽ വ്യത്യാസം എന്താണ് കാച്ചു മറിച്ചോണ്ടിരിക്കുന്നതാണ് എങ്ങനെയുണ്ട് താങ്കൾക്ക് രുചിച്ചിട്ട് ഡേഞ്ചർ സോണിന് അപ്പുറത്താന്ന് തോന്നുന്നു പറയൂ രുചിക്കുന്ന ഒരു ഫോട്ടോ എടുത്തരാ നീ രുചിക്കുന്നോ ചേട്ടാ നീ പഴല്ലേ തിന്നണ്ടേ ഇങ്ങനെയൊക്കെയാണോ നീ വെച്ചിട്ട് ഓക്കെ പുതിയ കുക്കായിട്ട് എന്ത് താങ്കൾക്ക് പാർട്ട് ടൈം ജോബായിട്ട് അത് ചെയ്യാൻ താല്പര്യമുണ്ടോ ചീഫ് കുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോണ്ടേ കുക്കാണെങ്കിലെ കുക്ക് അവര് റെഡിയാണ് കാശ് കിട്ടിയാൽ അതോ ചെയ്യാം സ്പൈസസ് മസാല മതിയല്ലേ കൊതിയേറും രുചി പിന്നെ ശക്തി ശക്തി പേപ്പർ പവർ എന്ത് പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത ഹിന്ദിയിലും വായിക്കാൻ പറ്റുന്നില്ല വിസിറ്റ് കൊടുത്തതാണ് ഇവിടെ അങ്ങനെ നോക്കാം ഇതെന്ത് നോക്കണോ നീ മാറി ക്യാമ്പുണ്ടല്ലേ So in your room there was one to cover this. No. Only this. It was a glass of already the balcony green color one. നീ കുക്കുകളെ കാണിക്കാം You have to cover it once. ആരെ ചീഫ് ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് കൈയാണ് ചീഫ് ഗസ്റ്റ് കൈ നോക്കി അസിസ്റ്റന്റ് ചീഫ് ഗസ്റ്റ് ഓഹോ അല്ല അത് മരണ്ടല്ല ഇവിടെ ചേട്ടനാ മതിയോ ഇനി ചേട്ടനാണ് ഏത് ഈ അമ്പൻ ഊരിലേക്കൂലേ ചൂടാ എടാ ഉത്സാഹ കമ്മിറ്റി ഹെഡ് ആ പെട്രോൾ ആയിരുന്നു ഫ്ലൈറ്റില് അത് മാറ്റി പെട്രോൾ അയ്യോ വെറും 2 hands കൊണ്ട് അവൻ 10 handsന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ചെറുപ്പം മുതൽ മൾട്ടി ടാസ്കിങ് ഓ ലിനക്സ് അല്ലേ ലിനക്സ് നിന്നെ കണ്ടായിരിക്കും പഠിച്ചത് പറഞ്ഞുകൊണ്ട് ബാലവാളങ്ങൾ നെച്ചുകൊണ്ട് കുട്ടിക്കാലത്ത് പിസ്സ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ മറ്റേ മിഥുനൊന്നും ഇല്ല ഇവിടെ ഒറ്റ മിഥുനുള്ളൂ ആ ലോക്കല അച്ഛേ എന്റെ പാസ്വേഡ് എന്താ പാസ്വേഡ് ഏത് പാസ്വേഡ് കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ബുദ്ധിമുട്ടാണ് പോലെ ഒരു കാര്യം ചെയ്തു ഒരു ഐഡിയ ഇങ്ങനെ ഐഡിയ പറയുന്നത്
സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സോൾവ് ചെയ്യാൻ ഒന്നും പോകില്ല. ഞാൻ സോൾവ് ചെയ്യുമ്പോഴേക്കും ഫുഡ് ശരിയാവില്ല. അപ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് റൂം പോയി നാളെ രാവിലെ എണീറ്റ് എല്ലാവരും ബസ്സിൽ പോകുന്നു. ഞാൻ അല്ല, ഇത് വളരെ സിമ്പിൾ ഉള്ള അൽഗോരിതം ഉണ്ടോ തോന്നുന്നത്? നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതിനൊന്നും അൽഗോരിതം ഉണ്ടാക്കാൻ നീ ഉദ്ദേശിക്കുന്നത് കോണോ പ്ലേസ് അത് ജസ്റ്റ് അതിന്റെ ഹാർട്ടത്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ എത്രയോ സ്ഥലങ്ങൾ, കല്യാൺ നഗർ, വസന്ത് നഗർ, എത്രയോ സ്ഥലം കിടക്കുന്നതിന്റെ. അങ്ങനെ എത്ര നഗരങ്ങളുണ്ട്? ജനീപ്പഴും പറയുന്നത് ഡൽഹിയാണോ അല്ല കൊച്ചിയാണോ ഡൽഹിയേക്കാളും വലുത്? അല്ല കൊച്ചിയാണോ ഡൽഹിയേക്കാളും വലുത്? അല്ല കൊച്ചിയാണോ ഡൽഹിയേക്കാളും വലുത്? ഗണേശന്റെ അഭിപ്രായ പ്രകാരം ഒന്നുമില്ല, കൊച്ചിയാണ് ഡൽഹിയെ കഴിഞ്ഞും വലിയ സിറ്റി. അപ്പൊ എന്തുകൊണ്ട് കൊച്ചിയെ തലസ്ഥാനം ആക്കിയില്ല? പറയൂ. അട്ടപ്പാടിയെ തലസ്ഥാനമാക്കുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് കിടലായിട്ടുണ്ട്. നിന്നോടെ പോയിട്ടെ ഒന്നും കൂടി നീ വായിലേക്ക് എടുത്താൽ നീ ആ ബിസിനസ് ബ്ലോ ചെയ്ത് സ്ഥിരമായിട്ട് രാത്രി കിടക്കുന്നത് രാവിലെ. ഇത് കാണുമ്പോൾ ഒരു എത്ര മണിക്കാണോ ചിക്കന് നമ്മുടെ താരം ഷോപ്പ് തടി മിസ്റ്റർ ബിനോയ്, മിസ്റ്റർ നോയ് ബാലുശ്ശേരി ചോദിക്കാനുള്ളത്, IAS പരീക്ഷയ്ക്ക് ഇടയ്ക്കും താങ്കൾ ഇങ്ങനത്തെ ഒരു പിന്നെ താങ്കൾക്ക് ഈ പാചകകലയിൽ ചെറുപ്പം മുതലേ നൈപുണ്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കാം. ചെറുപ്പം മുതലേ താങ്കൾക്ക് ഈ പാചകകലയിൽ നൈപുണ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഗൾഫ് പോകുന്ന അതിന് വേണ്ടിട്ടാ. ഓക്കെ, താങ്കളുടെ പ്രധാന റെസിപ്പികൾ എന്തൊക്കെയാണ്? ഗൾഫില് എംബർ ഹോട്ടലിൽ മാസ്റ്റർ ഷെഫായിട്ട് ജോലി കിട്ടിയിട്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പോണത്. ചിക്കൻ ബാർബക്യൂ അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. സാലഡ് ഉണ്ടാക്കിയതാണ്. നീ എന്തുകൊണ്ട് ചിക്കൻ ബാർബക്യൂവിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു? ബാറ് നടക്കാനുകൊണ്ടാണോ? അതാണ് മാസ്റ്റർ പീസ് അല്ലേ? അത് ചിക്കന്റെ ഏത് പീസായിട്ട് വരും? അത് ചിക്കൻ ആണത്. മിസ്റ്റർ മിഥുൻ, ഇങ്ങനെ കല്യാണത്തിന് ശേഷം ഇതേ പണി തന്നെ തുടരാനാണോ താങ്കൾക്ക് താല്പര്യം? കല്യാണം കഴിഞ്ഞല്ലോ, തുടർന്നോണ്ടിരിക്കുകയാണോ? അതെ, അല്ല ഇപ്പം വീടെടുത്താൽ ഭാര്യയോട് കൂടി. ഓ, അത് പ്യൂർ വെജിറ്റേറിയൻ ഉണ്ടാക്കണം. അതാണ് ഓക്കെ.